എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരത് കുമാർ. അതുപോലെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരു ബിഗ് സസ്പെൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞാനും ബ്രദറും ചോറ്റാനിക്കരയിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ബ്രദർ വരുന്നുണ്ട്. ഞാൻ അണ്ണൻ എന്നാണ് കേട്ടോ പുള്ളി വിളിക്കാറ്. രാവിലെ 4:30 ഫ്ലൈറ്റിലാണ് ലാൻഡ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും അണ്ണൻ വരുമ്പോൾ ഞാൻ മാത്രം പോയിട്ടാണ് കൊണ്ടുവരുന്നതും കൊണ്ടുവിടുന്നതും. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ അണ്ണൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും എല്ലാവരും ഒരുമിച്ചിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് അണ്ണൻ ഒരു ബിഗ് സസ്പെൻസ് ആയിരിക്കും. അതുപോലെ വേറൊരു സസ്പെൻസും കരുതി വച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, എയർപോർട്ടിൽ പോയിട്ട് ന്യൂ ഇയർ അല്ലേ, നമുക്കൊരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന്. ഇതെല്ലാം നമ്മുടെ പിള്ളേരുടെ പ്ലാനിങ് ആട്ടോ. അതനുസരിച്ച് ഞാൻ മേടിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ ഏകദേശം 4 മണിയായി. കുട്ടു റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അപ്പുറം പോയി ഏട്ടത്തെയും പിള്ളേരൊക്കെ റെഡി ആയിട്ടൊന്ന് നോക്കണം. അമ്മ വരുന്നില്ല, കാരണം വെച്ചാൽ ഞങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ അതുമാത്രമല്ല, രാവിലെ വിളക്കൊക്കെ വെക്കണം. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കുറേ ഡ്യൂട്ടികളുണ്ട്. എന്തായാലും അച്ഛനെ കാണാനുള്ള സന്തോഷത്തിൽ ആരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഐഷക്കുട്ടിക്കും ഇഷക്കുട്ടിക്കും ഒക്കെ ഒരു ഏട്ടത്തിക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എങ്ങോട്ടുള്ള യാത്രയാണെങ്കിലും ഫ്രണ്ട് സീറ്റ് അപ്പുക്കുട്ടനുള്ളതാണ്. അത് അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വെളിച്ചം വരുമ്പോൾ മാത്രമേ അവൻ അവിടുന്ന് മാറാറുള്ളൂ. എല്ലാവരും റെഡിയായിട്ടുണ്ട്. ഞങ്ങൾ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് 45-50 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. എന്തായാലും ഇത്തവണത്തെ ന്യൂ ഇയർ അണ്ണൻ വരുന്നതുകൊണ്ട് എല്ലാവർക്കും സ്പെഷ്യലാണ്. ആയപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിലെത്തി. നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ആദ്യം പോയത്. എന്തായാലും നമുക്ക് വേണ്ടി നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിടക്കുന്നുണ്ടായിരുന്നു. പുറത്തു വച്ചിട്ടുള്ള സ്ക്രീനിൽ പോയി നോക്കി. ഭാഗ്യം, ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആകാംക്ഷയുടെയും സസ്പെൻസിന്റെയും നിമിഷങ്ങൾ. എല്ലാവരും ചില്ലുകൂട്ടിന്റെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ആദ്യം അണ്ണനെ കണ്ടുപിടിക്കുക? അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ ആദ്യ ന്യൂ ഇയർ സസ്പെൻസ് തന്നെ നമ്മൾ ശ്യാമണ്ണന് കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ പറയാൻ പറ്റാത്തത്ര സന്തോഷം. ഞാൻ നോക്കുമ്പോൾ കുട്ടികളെ കാണാനില്ല. അണ്ണൻ വരുന്ന എക്സിറ്റിൽ നോക്കിയപ്പോൾ അണ്ണൻ്റെ കൂടെ ഗൾഫിൽ നിന്നും വരുന്ന ആളുകളെ പോലെ വരുന്നുണ്ട്. ശരിക്കും എക്സിറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവാദമില്ലാത്തതാണ്. കുട്ടികൾക്ക് ഇത് വല്ലതും അറിയുമോ? അവരുടെ ലക്ഷ്യം അണ്ണനായിരുന്നു. അതുകൊണ്ട് ഞൊടിയിടയിൽ അവർ അവിടെ പറന്നു ചെന്നതാണ്. അണ്ണന് വീണ്ടും നമ്മൾ സസ്പെൻസ് കൊടുത്തു. ഗ്ലാസിൽ കൂടി നോക്കിയപ്പോൾ ആദ്യം കുട്ടികളെ മാത്രമാണ് കണ്ടത്. കുട്ടുവും ഏട്ടത്തെയും മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ കണ്ടില്ല. കുട്ടികൾ മാത്രമാണ് വന്നത് എന്നാണ് കരുതിയത്. എന്തായാലും
എല്ലാവരുടെയും സന്തോഷം മുഖത്ത് കാണാമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു സസ്പെൻസ്. നമ്മുടെ കസിൻ ബ്രദറായ ബൽറാമിനെ കണ്ടുമുട്ടി. അവൻ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് വന്നതായിരുന്നു. അങ്ങനെ ഇന്ന് സസ്പെൻസുകളുടെ ദിനമായി മാറി. അവനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി ലക്ഷ്യമാക്കി നടന്നു. കാറിൽ എത്തിയപ്പോഴാണ് ശരിക്കും ഇന്നത്തെ ബിഗ് സസ്പെൻസ് പൊട്ടിച്ചത്. ഈ ഗിഫ്റ്റ് അണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ന്യൂ ഇയർ ഫ്ലൈറ്റിലായതുകൊണ്ട് ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ. ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് കേക്ക് മുറിച്ച് പുതുവർഷത്തെ വരവേറ്റു. വെറൈറ്റി ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ. എല്ലാവർക്കും പുതുവത്സരം മധുരമുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സമയം പോലും വെറുതെ ഇരിക്കാത്ത അപ്പുവും ഐഷുവും അവർക്ക് കിട്ടിയ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള തമാശകൾ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നിർമ്മിച്ച സാന്താക്ലോസ് അപ്പൂപ്പന്റെ പ്രതിമ എയർപോർട്ടിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു പോകാമെന്ന് കരുതി. ഈ ന്യൂ ഇയറിന് കുറെ നല്ല ഓർമ്മകൾ തന്ന എയർപോർട്ടിന് ടാറ്റ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയുണ്ടായി. വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നേരം വെളുത്തു. അണ്ണൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്നാൽ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി അമ്പലത്തിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നതിനാൽ അണ്ണന് ഒരകലം പാലിച്ചാണ് ഉമ്മയൊക്കെ കൊടുത്തത്. ആരായാലും ചിട്ടവട്ടങ്ങളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് നോ കോംപ്രമൈസ്. അങ്ങനെ അണ്ണൻ തിരിച്ച് നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദിനങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ നല്ലൊരു ദിനങ്ങളാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പിന്നെ ബായ്.